പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സ്കൂളിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ വിലക്കിയ സംഭവം ഉണ്ടല്ലോ. അപ്പം ഇതിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അധ്യാപിക സിന്ധു നായർ പറയുന്നത്. ചുരിദാർ ധരിച്ച് വരരുത് എന്ന് മുൻപും ഈ മാനേജർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സിന്ധു പറയുന്നു. സ്കൂൾ മാനേജർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം, സ്കൂളിൽ ജോലി ചെയ്യാൻ ഭയമാണെന്നും സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നും സിന്ധു എസ് നായർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്ക് പ്രതികരണം കേൾക്കാം. ചുരിദാർ ഇട്ട് വന്നതിൻ്റെ പേരിൽ സ്കൂൾ കോമ്പൗണ്ടിൽ തടയപ്പെട്ട, സ്കൂളിനകത്തേക്ക് പ്രവേശനം തടയപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിന്ധു എസ് നായരാണ് ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നത്. ഇതിനുശേഷം സ്കൂളിൽ പോലീസ് എത്തി പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തു. ടീച്ചറെ, വസ്ത്ര സ്വാതന്ത്ര്യം അത് ഈ സ്കൂളിൽ ഇന്ന വസ്ത്രം ധരിച്ച് വരണമെന്ന നിയമമല്ലോ ഈ സ്കൂളിലുണ്ടോ? മാനേജർ പറഞ്ഞിട്ടുണ്ട്, ചുരിദാർ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ട് വരികയും ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ തടയുകയും ചെയ്യും. സെക്യൂരിറ്റി ജീവനക്കാരനാണോ ഇത് സ്ഥിരമായി ഇതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ മാനേജർ അദ്ദേഹത്തോട് പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ചെയ്തു, തടഞ്ഞു, ഗേറ്റ് അടച്ച്. കുട്ടികളുടെ മുന്നിൽ വെച്ചാണോ ഇത് സംഭവിച്ചത്? കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ്. അധ്യാപകർ എല്ലാം വരുന്ന സമയത്താണ് ചെയ്തത്. മാനേജറുടെ പേരിലും കേസെടുക്കണമെന്ന് ടീച്ചർ ആവശ്യപ്പെടുന്നുണ്ടോ? സെക്യൂരിറ്റി പറയുന്നുണ്ട് എന്നെ ഞാനിത് ചെയ്തത് മാനേജർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പറയുന്നുണ്ട്. മാനേജരെ പ്രതി ചേർത്തിട്ടില്ല. നമ്മൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജോലി ചെയ്യാനല്ലേ വരുന്നത്. എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യണം, അത്രമാത്രം. എനിക്ക് അതേ ഉള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം തുടരും അല്ലേ? അതെ. ഭയമുണ്ടോ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നത്? എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭയമില്ല. തീർച്ചയായിട്ടും ഒരു അധ്യാപികയാണ് ഭയത്തോടു കൂടി ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അവർക്ക് ഇവിടെ സ്വസ്ഥമായി പഠിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു വസ്ത്രം ധരിച്ചു വന്നതിൻ്റെ പേരിൽ മാനേജ്മെന്റിന്റെ പീഡനമാണ് ആ ടീച്ചർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചറിനൊന്നും തുറന്നു പറയാൻ കഴിയാത്തത്. എന്തായാലും നിയമ പോരാട്ടം തുടരും എന്നാണ് ടീച്ചർ ന്യൂസ് മലയാളത്തോട് പറയുന്നത്. ക്യാമറ പേഴ്സൺ ബിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.